അപ്പോൾ അതിൻ്റെ വേഗത വളരെ കുറവാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആംഗിൾ ഗ്രൈൻഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ ഒരു വീഡിയോയിൽ വണ്ടിയുടെ അലുമിനിയം പാർട്സ് അതിനെ ബഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് ബഫിങ് ചെയ്തിരുന്നത്. നമുക്ക് ഈ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ തന്നെ വേഗത കൺട്രോൾ ചെയ്യാം. അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഇത് ചെയ്യുകയെന്ന് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ വയറിങ് ചെയ്തിരിക്കുന്നത്, ആംഗിൾ ഗ്രൈൻഡറിൻ്റെ സ്പീഡ് കൺട്രോളർ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക, അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. ഇത് പിന്നെ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഈ വീഡിയോ. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്കിത് വിത്തൗട്ട് ഈ ഒരു സംഭവം ഇല്ലാതെ ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. അതിനുശേഷം ഇപ്പോൾ ഇത് കൺട്രോളർ മാറ്റിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആംഗിൾ ഗ്രൈൻഡർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും മെഷീൻ നമ്മുടെ കയ്യിലായിരിക്കണം. കാരണം അഥവാ മെഷീൻ ഓൺ ഓഫ് ആണെങ്കിൽ കയ്യിൽ നിന്ന് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ഗ്രൈൻഡറിൽ കട്ടിംഗ് ബ്ലേഡാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അത് പൊട്ടിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. കയ്യിലെടുക്കുമ്പോൾ തന്നെ ഓൺ ചെയ്യുന്നതിന് മുമ്പേ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് പോളിഷിംഗ് ബ്ലേഡാണ്, കട്ടിംഗ് ബ്ലേഡാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെഷീൻ ഓൺ ചെയ്യുകയാണ്. ഈ മെഷീൻ്റെ വേഗത 12,000 RPM ആണ്. ഇനി നമ്മുടെ ഈ ഒരു കൺട്രോളർ, സ്പീഡ് കൺട്രോളറിൽ വഴി ഓൺ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വേഗത വളരെ കുറവാണ്. അതിനുശേഷം നമ്മുടെ ഈ വോളിയം കൺട്രോൾ പോലെ ഈ ഒരു നോബുണ്ട്, പൊട്ടൻഷ്യൽ മീറ്ററാണ്. ഇത് വോളിയം കൂട്ടുമ്പോഴേക്കും ഇത് സ്പീഡ് കൂടുന്നുണ്ട്. അതിൻ്റെ നോബ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കുറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തിനാണ് ഞാനിത് ഇങ്ങനെ ചെയ്തെടുത്തത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് കോമൺ ആയിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കട്ടിംഗ് ബ്ലേഡ് ഇട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുമരിൽ വയറിങ്ങിന് പൈപ്പ് ഇടാനായിട്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈവൻ തടി കട്ട് ചെയ്യാൻ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇത് കാറിൻ്റെ പോളിഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാർ പോളിഷറിൻ്റെ RPM 2400, 4000 RPM, അങ്ങനെ ആ ഒരു കാറ്റഗറിയിലായിരിക്കും അതുപോലെ വരിക. അതുപോലെ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ പാർട്സ്, അതിൻ്റെ അലുമിനിയം പാർട്സിനെ ബഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇത്രയും 12,000 RPM ഒന്നും ആവശ്യമില്ല. നമുക്ക് വേഗത കുറച്ച് മതി. ഇതുപോലത്തുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു കാർ പോളിഷർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിന് തന്നെ ഏകദേശം കുറഞ്ഞത് തന്നെ 3000 രൂപ തൊട്ട് മേലോട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലൈൻ വയർ. ഈ രണ്ട് കാണുന്നതാണ് മെയിൻ സപ്ലൈ വയേഴ്സ് വരുന്നത്. ഇതിലോട്ടാണ്, ഈ രണ്ട് കണക്ഷൻസിലോട്ടും. ഈ രണ്ട് കണക്ഷൻസ് നമ്മുടെ പ്ലഗ് പോയിന്റിലോട്ടാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ അടുത്തതായിട്ട് ഇത് എവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്? ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ ആമസോണിൽ പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഞാനിത് വാങ്ങിയത്? ഞാൻ എൻ്റെ കാറൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർ പോളിഷർ വാങ്ങി. അപ്പോൾ അതിന് പകരം കാർ പോളിഷറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു കൺട്രോളർ വാങ്ങിയത്. കാർ പോളിഷറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഓൾറെഡി മിക്കവാറും പേരുടെ കയ്യിൽ ഇത് ആംഗിൾ ഗ്രൈൻഡർ ഉണ്ടാവും.
പക്ഷേ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാർ പോളിഷർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ബോഷിൻ്റെത്. അപ്പോൾ അതിന് പകരം ഇതിന് 179 രൂപ എങ്ങാണ്ടേ ഉള്ളൂ വാങ്ങുമ്പോൾ. പിന്നെ അതിനുശേഷം അതിൻ്റെ അകത്തുള്ള ഒരു സർക്യൂട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ബാക്കി ഈ സ്വിച്ച് ബോർഡും ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനമായി എന്ന് കരുതുകയാണ്. കാരണം നമ്മൾ പല ആൾക്കാരും പരമാവധി ഇതുപോലുള്ള മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴേക്കും പ്രോപ്പറായിട്ടുള്ള ഗിയേഴ്സ് ഇട്ട് തന്നെ അതിൻ്റെ വർക്ക് ചെയ്യുക. അതുപോലെ നമുക്കിതിൻ്റെ വേഗത ഈ 12,000 RPM എന്നുള്ളത് നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായ RPMലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ വർക്ക്ഷോപ്പ് സുഹൃത്തുക്കൾക്കും അതുപോലെ DIY ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക. കാരണം അവർക്ക് സേഫായിട്ട് അവരുടെ DIY പദ്ധതികളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തത് എന്നത് കമൻറ്റ് ബോക്സിൽ ഇടാൻ ശ്രമിക്കുക. താങ്ക് യു.